അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ രാജ് ട്യൂബിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മരണമാസ്. നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ നെക്സ്റ്റ് വീക്ക് റിലീസാകാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് 10-ാം തീയതിയാണെന്ന് തോന്നുന്നു റിലീസ്. അപ്പോൾ അതിൻ്റെ മരണമാസിലെ ചില വിശേഷങ്ങളുമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ മരണമാസ് നല്ല രസമുണ്ട്, നല്ല അടിപൊളി ട്രെയിലറല്ലേ. നല്ല സുരേഷ് കൃഷ്ണ, ബാബു ആൻ്റണി, സിജു ബിൽസൺ, അങ്ങനെ സിജു ബിൽസൺ നമ്മുടെ രോമാഞ്ചത്തിൽ മറ്റേ പയ്യനല്ലേ, അത് തന്നെ സിജു ബിൽസൺ തന്നെയാണ് ഇതിൻ്റെ തിരക്കഥയും. ഓക്കെ, ശിവപ്രസാദ് ഡയറക്ടർ. ഓക്കെ, എനിവേ പടം കണ്ടിട്ട് നല്ല രസമുണ്ട്, കൊള്ളാം, നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണെന്ന് തോന്നുന്നു. നല്ല ട്രെയിലർ, അതായത് ഒരു കോമഡി ചിത്രമാണെന്ന് തന്നെ തോന്നുന്നു. പിന്നെ ബേസിൽ ജോസഫിൻ്റെ ലുക്ക് കുറേ നാളുകൊണ്ട് നമ്മൾ കാണുന്നതാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. അതിൻ്റെ പടത്തിൻ്റെ ഓരോ സീക്വൻസും നല്ലൊരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആണെന്നുള്ള സൂചനകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വേറൊരു സാധനം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, നമ്മുടെ സുരേഷ് കൃഷ്ണ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചൊരു ഫോട്ടോ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനകത്ത് ആ ഫോട്ടോ ആരുടെയാണെന്ന് മനസ്സിലായോ? നമ്മുടെ നാഗച്ചേച്ചി. പുള്ളിക്കാരി മനസ്സിലാവാത്തവർക്കാണെങ്കിൽ ഒരു സാധനം, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? അവിടെ തൊരിഞ്ഞ ഒരു മോതം വെച്ചോടാ നിന്റെ മോത്ത് ആര് നോക്കൂടാ? പെമ്പിള്ളാരെങ്ങനെ നോക്കുവോ? ഇങ്ങനെ കിടന്ന നാശിച്ച നാറി. നീ ഷണ്ടനാടാ, ഷണ്ടൻ, പരമച്ചറ്റ ഷണ്ടൻ. നീ എന്തിനാടാ ജീവിക്കുന്നത്? പോയി മരിക്കടാ. സമൂഹത്തിൽ നിന്നെ അറിയപ്പെടുന്നുണ്ടോടാ? എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. നാഗച്ചേച്ചി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാഗച്ചേച്ചി ഇനി ഫോട്ടോയിൽ മാത്രമാണോ ഇനി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അതിനെപ്പറ്റി ഒരു വീഡിയോയും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. എനിവേ നമുക്കത് കാണാം. എന്തായാലും പുള്ളിക്കാരി ഇവിടം വരെ എത്തിയല്ലോ, നല്ല രസമുണ്ട്. എന്തായാലും പുള്ളിക്കാരി ആദ്യം ആൾക്കാർ ഒരുപാട് ട്രോൾ ചെയ്തതാണ്, കുറേ ട്രോൾ ചെയ്തതാണ്. ഒരുപാട് ബാഡ് കമൻറ്റ്, നെഗറ്റീവ് കമൻറ്റൊക്കെ ആയിരുന്നു ആദ്യ കാലങ്ങളിൽ പുള്ളിക്കാരിക്ക്. അതായത് ഈ ടിക്ടോക്കിലൊക്കെ പുള്ളിക്കാരി ആദ്യമായി വീഡിയോ ഒക്കെ ഇടുന്നതിന് ശേഷം പിന്നെ ടിക്ടോക്ക് ബാൻ ചെയ്തു. അതിനുശേഷം പുള്ളിക്കാരി എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്, പുള്ളിക്കാരുടെ ഫേക്ക് അക്കൗണ്ട് കുറേ ഉണ്ട്. അപ്പോൾ എങ്ങനെയായാലും പുള്ളിക്കാരി ഇപ്പോൾ ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് സജീവമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആൾക്കാർക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരുടെ കുറേ തഗ് ഡയലോഗുകളൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡെയിലി ഓരോ പേജുകളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും രക്ഷപ്പെടുന്നവരൊക്കെ രക്ഷപ്പെടട്ടെ അല്ലേ, നമുക്കതങ്ങനല്ലേ പറയേണ്ടത്. എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ പടത്തിൻ്റെ ഇനിയുള്ള കാര്യങ്ങൾ വരുന്നതനുസരിച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ മരണമാസ് നല്ലൊരു മരണമാസ് സിനിമയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.